ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യോഹന്നാൻ സുവിശേഷം 11:40. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയെ അവഗണിക്കുകയില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മരിച്ച ലാസറിനെ കർത്താവ് 4-ാം നാൾ ഉയർപ്പിച്ചത്. ലാസർ ദീനമായി കിടക്കുന്ന വിവരം അറിഞ്ഞിട്ട് 4-ാം ദിവസമാണ് സഹോദരിമാരായ മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ കർത്താവ് എത്തുന്നത്. മാർത്ത യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള യേശുവിൻ്റെ ആശ്വാസ വാക്കുകളിൽ മാർത്ത ചിന്തിച്ചത് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പുനരുത്ഥാനവും ജീവനും താൻ തന്നെയാണെന്ന് മാർത്ത ഗ്രഹിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. കർത്താവ് നമുക്ക് ഏറ്റവും നല്ലത് വരുവാൻ തന്നെ ആഗ്രഹിക്കുന്നു. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അവൻ്റെ സമയമാണ് ഏറ്റവും മെച്ചമായതെന്നും വിശ്വസിക്കണം. യേശു വന്ന് ലാസറിനെ സൗഖ്യമാക്കണമെന്ന് മാർത്തയും മറിയും ആഗ്രഹിച്ചിരുന്നപ്പോൾ കർത്താവിൻ്റെ പദ്ധതി ലാസറിനെ ഉയർപ്പിക്കുക എന്നുള്ള അത്ഭുതകരമായ കാര്യമാണ്. സാഹചര്യം എന്തായിരുന്നാലും വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സമയത്തിൽ നാം വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം യഥാർത്ഥമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശു നമ്മുടെ ജീവിതത്തിലെ അസാധ്യ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളവനാണ്. നാം യേശുവിന് പ്രിയപ്പെട്ടവരാകിയാൽ നമ്മുടെ വേദന യേശുവിൻ്റെ വേദനയാണ്. യോഹന്നാൻ സുവിശേഷം 11:4 ലാസറിന്റെ ദിനത്തെക്കുറിച്ച് കേട്ട യേശു പറഞ്ഞത്, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. മനുഷ്യന് കണ്ടിട്ട് വിശ്വസിക്കുന്ന സ്വഭാവമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം ആദ്യം വിശ്വസിക്കുക, പിന്നെ കാണുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ നാം അവിശ്വസിക്കരുത്. യേശുവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക, ശക്തിയിൽ വിശ്വസിക്കുക, സമയത്തെ വിശ്വസിക്കുക. ദൈവമഹത്വം കാണുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.